ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് VR കളിക്കാനാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്, നമ്മുടെ വൈപ്പർ. അപ്പോൾ വൈപ്പറിൻ്റെ കട നമ്മളിപ്പോൾ കളിക്കാൻ നമ്മളെ VR ആണ്. ആ വൈപ്പറെ അപ്പോൾ ഷട്ടടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഷട്ടടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടിച്ച് നമ്പറുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ VR മാച്ച് ആയിട്ടുണ്ട്. നമുക്ക് സംഭവിക്കാൻ നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഈ ഒരാഴ്ച ബണ്ണി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തെങ്കിലും ബണ്ണി വണ്ടി ഇങ്ങനെ എടുക്കാൻ നോക്കണം. 3 ഇതായി എനിക്ക് ഇത്ര 150 ഡയമണ്ട് ഞാൻ മന്തിൽ എടുത്ത് ചെയ്യാൻ 3 ടോക്കൺ വെച്ച് കിട്ടിയതാണ്. ലെക്കുള്ളതുകൊണ്ട് 150 എനിക്ക്. പിന്നെ ആദ്യത്തെ ഒരു സ്പിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ 3 ടോക്കണും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 5 സ്പിന്നിൽ 3 ടോക്കൺ വെച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് എങ്ങനെ അടിച്ചതാണ്. അപ്പം അങ്ങനെ ഒന്ന് നോക്കണം. പിന്നെ പിന്നെ ഇപ്പോൾ ഇതപ്പോൾ എവിടെ ഇറങ്ങുക? പീക്ക് ഇറങ്ങല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പീക്ക് ഇറങ്ങാനാണ്. പീക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പം എലിമിനൊക്കെ വൈപ്പൊക്കെ നോക്കുക. ചെറിയൊരു ലേഗ് അടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കളിക്കുന്നതിൻ്റെ ഇടയിൽ. നോക്കി വെക്കാം. നെറ്റിത്തിരി ലേഗാവുന്നുണ്ട്. ലേഗാവണേ. ടീമപ്പം ആ നോക്കി വെക്കാം. നേരെ കയറുമ്പോൾ ഇനി പടി വീണ എവിടാണ്ടെന്നാൽ അത് തന്നെ. ആ ടീമപ്പ് പോകാൻ താല്പര്യമില്ല ഗൈസ്. നമ്മൾ എടാ പൊക്ക് എടാ വൈപ്പറ പൊക്കടാ. നമ്മുടെ വൈപ്പറ പൊക്കി വിടുന്നതാണ് ഗൈസ്. വൈപ്പറ അതാ വെഡിങ്ങിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ പൊക്കും. ഇനിയിപ്പോൾ നമ്മൾ റിവെഞ്ച് എടുക്കാനാണ് പോകുന്നത്. റിവെഞ്ച് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കാൻ പോകണോ? പക്ഷെ വടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിവെഞ്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പീക്കിൽ ഇറങ്ങാൻ വേണ്ടി തോന്നുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വീട്ടിൽ ഇറങ്ങേണ്ടി വരും. കിട്ടണ മണ്ട കിട്ടുമോ? മണ്ട കിട്ടി. ഓക്കെ. ആദ്യം ഇറങ്ങാൻ നേരത്തെ തീറ്റ കൊടുക്കാനാണ് കുഴപ്പമില്ല. ഒന്നാമത്തെ രണ്ടാമത്തെ ഇത്തിരി പെട്ടെന്ന് വടായോ? എന്ത് വേഗം അവന്മാരൊക്കെ വടാവണേ. ഇവിടെ എടുത്ത ഇവിടെ ഒരു എനിമി ഉണ്ടാവുന്ന സംശയം ഗൈസ്. നോക്കട്ടെ. നേരത്തെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇറങ്ങുന്ന കണ്ടിന്യൂ. ലാഗ് പിന്നെ ലാഗ്. എന്ത് ലാഗാ ഗൈസ്? ലാഗ് ഇനിയും കൊണ്ടിട്ടേ പോവില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരാൾക്ക് ലാഗ് അടിച്ച് കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. എപ്പോഴും ഇങ്ങനെ ലാഗ് അടിക്കലൊന്നും ഇല്ല. പക്ഷെ ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും ഇടല്ലല്ലോ. ഞാൻ കൂടുതലും ഇങ്ങനെ ആനിമേറ്റ് അടിച്ചൊക്കെ ഇറക്കിയിട്ടാണ് ഇറക്കൽ. പിന്നെ എനിക്ക് ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ നല്ല ക്രേസുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിനെ കുറച്ച് വീഡിയോ എടുത്ത കാരണം എനിക്ക് പ്രത്യേകിച്ച് സബ്ബും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളിപ്പോൾ സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നോക്കുക. പിന്നെ ലൈവൊക്കെ വെച്ച് കുറേ റൂമൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാം. ലൈവൊക്കെ ആവുകയാണെങ്കിൽ ഒക്കെ നമ്മൾ മുകളിലൊന്ന് കയറി നോക്കട്ടെ. ഇവിടെ എവിടെയോ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടോ എനിക്ക് സംശയം. അതാ പെണ്ണ് അടി കിട്ടും. ഇപ്പോൾ കിട്ടും. നോക്കട്ടെ. മുകളിലാണുള്ളത്. ഞാൻ കുറച്ച് വെളുതി ചുറ്റി കളിച്ചോളാം. ഇട്ട സാധനം കുടുങ്ങിയില്ല. അഥവാ ആകാശത്തേക്ക് പോയി നിന്ന് ഞാനൊരു വർണ്ണപ്പട്ടമായിരുന്നു വൈബൈൻ്റെ. ഞാനിപ്പോൾ ഞാൻ നോക്കട്ടെ. ഓക്കെ. എന്ത് കഷ്ടാ ഗൈസ്. നോക്കണേ അത് എന്ത് വേഗം ചത്തോണേന്ന്. വൈപ്പറന്നാ പൊക്കടാ ആക്കി പോയോ? ഇല്ലല്ലോ. സിപ്പ് ലൈനിട്ട് പോകണ്ട. ഈ റിവൈൽ പോയിന്റ് പോയി പോയിക്കോ. എന്നാ വേണ്ട. അല്ലെങ്കിൽ ഇന്നെ പൊക്കിയാൽ ഞാൻ എല്ലാവരും പൊക്കിയിട്ടോളാം. ഇന്നെ പൊക്കിയാൽ മതി. ഇന്നെ പൊക്കിട്ടോ. അപ്പോൾ കഴിച്ച് നമ്മുടെ വൈപ്പർ ഇങ്ങനെ പൊക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പൊക്കിയിട്ട് നമ്മളെ എവിടെ നിന്നാണ് നമുക്ക് നോക്കാം.
നമുക്ക് എന്തായാലും റിവെഞ്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ മുമ്പ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈപ്പർ നമ്മളെ പോക്കിയിരിക്കുകയാണ് ഗേൾസ്. നമ്മുടെ വൈപ്പറിനൊരു താങ്ക്സ് പറയാണ്. താങ്ക് യുടാ വൈപ്പറേ. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ ശിവന്മാരെ പോക്കണം ഗേൾസ്. ഇപ്പം അങ്ങനെ പണിയുണ്ട്. നൈസായിട്ട് ലാഗ് ഇപ്പോഴും വരുന്നുണ്ട്. ഒക്കെ നോക്കട്ടെ. നോക്കട്ടെ, ഒരു റിവെഞ്ച് എടുക്കാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കില്ല. എന്തായാലും ഈ പൊട്ടന്മാർ നമ്മളെ തെറി വിളിക്കുന്നുണ്ട് കേസ്. അതിൻ്റെ മക്കളി ബംഗാളിൽ തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർക്കിട്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അവന്മാരോട് ഞാൻ അപ്പോൾ കട്ടാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ. ഓക്കെ, അപ്പം നമ്മുടെ ഇത് എൻ്റെ പേര് ACBQ ഫ്ലെയിം ഡ്രാഗൺ സാധനമാണത്. നമ്മളെടുത്തിന് ഇനിയിപ്പോൾ പൊക്കാൻ പോലെ ടോക്കൺ എടുത്തെങ്ങാണ്ട് മെഡിക്കറ്റും കാര്യമൊക്കെ എടുത്തെങ്ങാണ്ട് നമുക്ക് പൊക്കാനും കൂടെ കയറിയിരിക്കുക. കയറി കൊണ്ട് ഗ്ലൂ വാൾട്ട് കവർ ചെയ്തിട്ട് റിമോട്ടൊക്കെ ഇട്ട് സെറ്റാക്കാം അവന്മാർക്ക്. അവിടെ കുറേ ചീറ്റൊക്കെ വിളിച്ച് നമ്മളെ ടീമേറ്റ്സാണ്. അപ്പോൾ റിമോട്ടും കാര്യമിട്ട് എടുക്കട്ടെ. കണ്ടട പട്ടി നിമികളെ കണ്ട ഇതാണ് ലെവല്. നമ്മുടെ ലെവലാണ്, മാസാണ് നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു ഫുഡ് കേൾക്കുന്നുണ്ട് കേസ്. എവിടുന്നോ വണ്ടി വരുന്നുണ്ട്, നോക്കി വെക്കാം. അയ്യോ, ഇവിടെ നിന്നാ പണി കിട്ടും തോന്നുന്നു. നമ്മൾ പത്ത റൂമിൽ കയറിയിരിക്കുക. ഒരു ഐഡിയ. ഓക്കെ, അതൊരുത്തൻ വരുന്നു ഗൈസ്. അവൻ്റെ ഒന്ന് ഒരുത്തനെടുത്തിന്. ഓക്കെ, അടുത്തവനെ എടുത്ത് അവൻ്റെ അടുത്ത് കോനെ എടുത്ത് ഫിനിഷ് ചെയ്തിന് 3 അപ്പം. ഗൈസ് പിന്നെയില്ല, എന്ത് കഷ്ടമാണ് നോക്കണേ. കണ്ടോ എനിക്കിഷ്ടമല്ലാത്ത ഗറീന എന്താ ഗറീന അങ്ങനെ. അപ്പം നമ്മുടെ വായ്മാരെ പൊക്കി വിടുന്ന വിചാരിക്കുന്നു. നമ്മുടെ വൈപ്പറും ചത്ത് വടിയായി. ഇനി വായ്മാരെ കയ്യിലാണ് ഈ വൈപ്പറിനെ പൊക്കീസ്. ഇപ്പോൾ മറ്റേ വൈന നോക്കാം. മറ്റേ വൈനെ പൊക്കുന്ന വിചാരിക്കുന്നു. പൊക്കട്ടാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഭയങ്കര ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ പൊക്കി വിടുന്നതാണ് തോന്നണേ എനിക്ക്. ഓക്കെ ഓക്കെ ബൈ, സെറ്റ് കേട്ടോ. താങ്ക് യു കേട്ടോ. പൊക്കി വിട് ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബായ് നമ്മളെ പൊക്കി ഇട്ടിട്ടുണ്ട്. 3 കില്ല്. എനിക്ക് കൂടുതൽ കില്ല് കിട്ടും തോന്നില്ല കേസ്, കാരണം എനിക്ക് നല്ല ലാഗാവുന്നുണ്ട്. ബ്ലിസൺ എടുത്തിട്ടാണ് നിൽക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗണ്ണൊക്കെ എടുക്കാനായിട്ട് തിരിച്ചോടെ എത്തിയിട്ടുണ്ട്. നല്ല ഗണ്ണിൻ്റെ ലൂട്ടൊന്നും അധികം പോയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഇനിയിപ്പോൾ എവിടെ എനിമികളിൽ നോക്കട്ടെ. എനിമികളിൽ നോക്കി പോയിട്ട് ഇനിയിപ്പോൾ എനിമീനെ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടെ ഒരു ഫൂട്ട് കണ്ട് എനിമീൻ്റെ. എനിമി എപ്പോൾ വരുന്ന അറിയില്ല, നോക്കട്ടെ. ഓക്കെ, പിന്നിപ്പോൾ നമുക്ക് നോക്കാം. ഈ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങാം. സോണിൽ കൂടെ ഇറങ്ങേണ്ടി വരും. സോണിൽ കൂടെ തന്നെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് നോക്കട്ടെ. ഒന്നും നോക്കാല്ല. നമ്മുടെ ടീമൊക്കെ അടിക്കുന്നതൊക്കെ കറക്റ്റ് ടൈമിൽ ഇറങ്ങാം. സെറ്റ് അപ്പം എന്ത് ചെയ്യും?
ഓക്കെ. നമുക്കെന്നിട്ട് നല്ല പണി കിട്ടീന്. നമുക്ക് നല്ല നീടൊക്കെ എറിഞ്ഞിട്ട് നല്ല ഡാം കിട്ടീന്. മറ്റേ ഡ്രാഗൺ ഫ്രീസാണ് എറിയുന്നത് ഗൈസ്. ഇത് നോക്കട്ടെ, നേരം താഴത്തെ ചാടി വെക്കാം. എത്താണ് ഇനി ഉള്ളത്? അപ്പോൾ ഗൈസ് നമ്മൾ ചത്തിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഫൈബർ വെക്കി. ഇനിയിപ്പോൾ വൈപ്പർ അവിടെ പീക്കിൽ വിളയാട്ടം നടത്തുന്നതായി തോന്നി. നോക്കട്ടെ. അവിടെ വിളയാട്ടം നടത്തുന്ന പറഞ്ഞിട്ട് ചെക്കനവിടെ കിടന്ന് വിളയാടി ചത്തല്ലോ. എന്നാ റിവെഞ്ച് എടുക്കാൻ കഴിയാൻ നോക്കട്ടെ. ജീവനൊക്കെ എന്തിനും ഇത്ര കളിക്കണേ, എല്ലാവരും ചത്തല്ലോ. അപ്പം ഞാൻ തീത്ത ഇവന്മാരെ കൊല്ലാൻ കിട്ടുകയാണ് എൻ്റെ ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗായ്സ്, അങ്ങനെ ചത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഇപ്പം ഞാൻ പോണേ. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് നിങ്ങളെ ഒരു അഭിപ്രായം കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ ബൈ ഗൈസ്.